ഒരു ക്ലാസിക്കൽ ക്രിമിനലാണ് ജോർജ് കുട്ടി. മലയാളത്തിനെ സംബന്ധിച്ച്, മലയാള സിനിമയെ സംബന്ധിച്ച് ആ ജോർജ് കുട്ടി ടീസറിൽ ഭയപ്പാടോടെ ക്ലാസിക്കൽ ക്രിമിനൽ ബാക്കി ആൾക്കാർ പറഞ്ഞതേ ഉള്ളൂ. ജോർജ് കുട്ടി അങ്ങനത്തെ ആളെന്നാണ്. അയാൾ അങ്ങനെ ക്രിമിനൽ അല്ലല്ലോ. അയാൾ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടില്ല. അയാൾ വേറൊരാൾ ചെയ്തതിൽ അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അയാൾ ഏറ്റെടുത്തിരിക്കുന്നതാണ്. അതിന് അയാൾ ഒരാളെയും കൊന്നിട്ടില്ല. അയാൾ ആ ഫാമിലിക്ക് വേണ്ടി നിന്നുള്ളൂ. ക്ലാസിക്കൽ ക്രിമിനൽ എന്നുള്ള പേരുകൾ ആൾക്കാർ കൊടുത്തിരിക്കുന്നു, അവിടെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പ്രേക്ഷകർ. ജോർജ് കുട്ടി അത് സമ്മതിക്കില്ല. ജോർജ് കുട്ടി എങ്ങനെയാണ് സമ്മതിക്കുന്നത്? അയാൾ സാധാരണ മനുഷ്യനാണ്. അയാൾ പറയുന്നല്ലോ, ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നുണ്ട്. അയാൾക്ക് എല്ലാ ഇമോഷൻസും ഉള്ള ആൾ. അയാൾക്ക് ഫിയർ ഉണ്ട്, അയാൾക്ക് പേടിയാണ്, എനിക്ക് ഭയമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സിനിമയിൽ ഏറ്റവും വലിയൊരു നായകൻ അല്ലെങ്കിൽ ഇത്രയും ചെയ്ത ഒരാൾ പറയുന്നത് എനിക്ക് പേടിയാണ്, എൻ്റെ ചുറ്റും ഒരുപാട് പേരുണ്ട് എന്ന് പറയുന്ന ഒരു വളരെ സാധുവായ ഒരാളാണ്. പക്ഷേ ഞങ്ങൾ കാണുമ്പോൾ ഒന്നിലും രണ്ടിലും ആ സിറ്റുവേഷനെ അതനുസരിച്ച് ബുദ്ധിപരമായി മറികടക്കുന്ന അയാൾക്ക് പെട്ടെന്ന് റിഫ്ലക്സ് ഉള്ള ആളാണ്. അപ്പം അങ്ങനെയാണല്ലോ, നമുക്കൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. അതിൽ ചില ആൾക്കാർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ഓവർകം ചെയ്യും. അപ്പോൾ ജോർജ് കുട്ടിക്ക് ആ ഫാമിലി ബോണ്ടിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. അയാൾക്ക് എന്തോ ഒരു സിദ്ധി കിട്ടിയിരിക്കാം. അയാൾ പറയുന്നല്ലോ ഭാഗ്യമാണ്, അയാൾ ഈ ട്രൈ ഒരു പോസിബിലിറ്റി നോക്കുകയാണ്, അതിൽ അയാൾ സക്സീഡായി. എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല അല്ലേ. ആദ്യം ഒരു കാര്യം ചെയ്തു, അത് പിടിക്കപ്പെട്ടു. രണ്ടാമത് പിടിക്കാൻ പോകുന്നു, അയാൾ ട്രൈ ചെയ്തപ്പോൾ അത് ഭാഗ്യത്തിൽ സംഭവിച്ചു. അപ്പം അയാൾ പെട്ടെന്ന് റിഫ്ലക്സ് ഉള്ള ആളാണ്. ഇതും ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് ഒരു സമയം കാര്യങ്ങൾ നടക്കുമ്പോൾ അങ്ങനെ റിഫ്ലെക്സ് ആയിട്ട് നമ്മൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം അതാണ് ആൾക്കാർക്കും കാര്യം. നമ്മൾ പെട്ടെന്ന് ആലോചിക്കും, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിപ്പിക്കാൻ പറ്റിയാൽ അതാണ് ഒരു ബ്രില്യൻസ്. തളർന്നു പോയിട്ടില്ല അപ്പോൾ ജോർജ് കുട്ടി? എന്തിനാ? അല്ല, ടീച്ചർ കാണുമ്പോൾ നമുക്ക് അതാ സിനിമ കാണുമ്പോഴേ. മനുഷ്യനല്ലേ, അയാൾക്ക് എല്ലാവിധ വികാരങ്ങളും ഉള്ളതല്ലേ, അയാൾക്ക് തളരാൻ ഉള്ള എല്ലാ അധികാരവും ഉണ്ട്. ഒറ്റപ്പെടുന്നുണ്ടോ? പിന്നെ ജോർജ് കുട്ടി ഒറ്റപ്പെട്ടില്ല. അയാൾ ആ വീട്ടിലിരിക്കുമ്പോഴൊക്കെ അയാൾ ഒരു സോളിറ്റ്യൂഡിലല്ലേ ഇരിക്കുന്നത്. അയാൾക്ക് എപ്പോഴും വേണേലും ഒരു ഭയങ്കര എലിമെന്റ് ഓഫ് റിസ്ക് ഹൈ അല്ലേ അയാളുടെ ജീവിതം. ട്വിസ്റ്റുകൾ ആണ് ദൃശ്യം 2-ന്റെയും 1-ന്റെയും ഒക്കെ. അതിലാണ് ഈ ട്വിസ്റ്റ് എന്നുള്ള വാക്ക്, അത് പെട്ടെന്ന് ഇട്ടിരിക്കുന്നതാണ്. ട്വിസ്റ്റ് ഇപ്പൊ ഈ സിനിമ അങ്ങനത്തെ സിനിമ ആയിരിക്കില്ല. ഇത് ഭയങ്കര ഇമോഷണൽ കാര്യം. ഇപ്പൊ നമ്മുടെ ഇതിൽ കൂടുതൽ ജിത്തു ശ്രദ്ധിച്ചിരിക്കുന്നത് ജോർജ് കുട്ടി നാളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അയാളുടെ ഇമോഷൻസിലാണ്. അയാളുടെ ഇമോഷൻസിൽ കൂടെയാണ് റാണിയിലേക്കും കുട്ടികളിലേക്കും പോയിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്കൊരു കൾമിനേഷൻ, ഇതൊന്ന് അവസാനിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അയാളുടെ ശ്രമമാണ്. കാര്യം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അയാൾക്ക് ആ ഫാമിലിയെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അവരെ ആർക്കും ഒന്നും ചെയ്യാതെ എങ്ങനെ ഇതിനെ ചെയ്യാൻ പറ്റുന്ന അയാൾ ആലോചിക്കുന്നതാണ് കഥ. അപ്പോൾ അത്രേ ഇപ്പം പറയാൻ പറ്റുള്ളൂ.